ഒരു ഗവൺമെൻറ്റിനെയും സ്പോർട്സ് കൗൺസിലിനെയും വിമർശിക്കാൻ ഇയാൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിന് അതിന് ആരാണ് അധികാരം കൊടുത്തതെന്നും അറിയില്ല. തീർത്തും തെറ്റായ പ്രചരണം നടത്തിയിട്ടാണ് വിമർശിക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കും. ഇവിടെ കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരളത്തിന് ആവശ്യമുള്ള ഘട്ടങ്ങളിലൊന്നും തന്നെ കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് അനുകൂലമായ തീരുമാനമെടുത്തിട്ടില്ല. നമ്മളൊക്കെ കണ്ടാണ്. കളരിപ്പയറ്റ് എന്ന ഈവൻ്റ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മെഡൽ വാങ്ങിയിട്ടുള്ള ഒരു ഈവൻ്റായിരുന്നു. അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നാഷണൽ ഗെയിംസിൽ നിന്ന് മാറ്റിവെച്ചപ്പോൾ അതിനെല്ലാം കേസ് പോയ സമയത്ത് പോലും ഒരു അനുകൂല നിലപാട് എടുക്കാത്ത ആളുകളാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കൂടെ കേരളത്തിൻ്റെ താല്പര്യത്തിനൊപ്പം നിൽക്കണമായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ സ്വാധീനം ചെലുത്തിയിട്ടെങ്കിലും അനുകൂലമായ തീരുമാനമെടുപ്പിക്കണമായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ട് പോലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അനുകൂലമായ തീരുമാനം എടുത്തില്ല എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ തീരുമാനത്തോട് യോജിച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യം ഹനിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ പോയിട്ടുള്ളത്. അത് പ്രത്യേകം എടുത്തു. ഇനി അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ള ഹോക്കി അസോസിയേഷനെ സ്ഥിതി നോക്കുന്നത്, ദീർഘകാലമായി ഹോക്കി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 23,88,000 രൂപ കേരള സ്പോർട്സ് കൗൺസിലിൽ നിന്ന് മാത്രം കൈപ്പറ്റിയിട്ടുണ്ട്. പുറമെ സംസ്ഥാന സർക്കാരിൽ നിന്ന് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് രൂപയും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ഇന്ന് എന്താണ് ഹോക്കിയുടെ നിലവാരം? ഇത്രയൊക്കെ പണം കൈപ്പറ്റിയിട്ടും നിലവാരം ഉയർത്താൻ ഉള്ള ഒരു പ്രവർത്തനം ഹോക്കി അസോസിയേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. നാഷണൽ ഗെയിംസ് പോലെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പിൽ ക്വാളിഫൈ ചെയ്യാൻ പോലും ഹോക്കിക്ക് സാധിച്ചിട്ടില്ല. ഓരോ വർഷത്തെയും ഹോക്കിയുടെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇത്രയധികം പണം സർക്കാരിൽ നിന്നും സ്പോർട്സ് കൗൺസിലിൽ നിന്നും വാങ്ങിയിട്ടും സുനിൽ കുമാർ പ്രസിഡൻ്റായിട്ടുള്ള ഹോക്കിയുടെ നിലവാരം താഴോട്ട് പോയി എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. താൻ നേതൃത്വം കൊടുക്കുന്ന ഒളിമ്പിക് അസോസിയേഷൻ ആവട്ടെ, ഹോക്കി അസോസിയേഷൻ ആവട്ടെ, കായിക രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ പണം ലഭിച്ചിട്ടും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാത്ത ഹോക്കി, എന്നിട്ട് കായിക വകുപ്പിനെയും സ്പോർട്സ് കൗൺസിലിനെയും വിമർശിക്കാൻ മാത്രം എന്താണ് ഇയാളുടെ പ്രചോദനം എന്ന് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും ഇത്രയധികം പണം കൈപ്പറ്റിയിട്ടുള്ള സുനിൽ കുമാർ ഹോക്കി അസോസിയേഷൻ്റെ പേരിലായാലും ഒളിമ്പിക് അസോസിയേഷൻ്റെ പേരിലായാലും പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ ഉള്ള ഒരു പരാതി പോലും ഞങ്ങൾ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒളിമ്പിക് അസോസിയേഷൻ സർക്കാരിൽ നിന്ന് പല ഘട്ടങ്ങളിലായി പണം വാങ്ങിയിട്ടുണ്ട്. അതിൽ സർക്കാരിനെതിരെ സമരത്തിന് പോലും ആ പണം ഉപയോഗിച്ചു എന്നുള്ളത് വളരെ ഗൗരവമേറിയിട്ട് കാര്യം തന്നെയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച്, സർക്കാരിനെതിരെയുള്ള ഒരു സമരം, സെക്രട്ടേറിയറ്റ് മാർച്ചിന് പോലും ഒളിമ്പിക് അസോസിയേഷൻ സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു. ഇയാൾ സർക്കാരിനെതിരെ ഉള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ സംശയിക്കും. ഒളിമ്പിക് അസോസിയേഷൻ്റെ എത്തിക്സ് ആയാലും എന്തെടുത്ത് നോക്കിയാലും, ബൈലോസ് എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് പറയാൻ കഴിയും, അവർക്ക് സർക്കാരിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങാൻ സാധിക്കില്ല. ഇനി അവർക്ക് ലഭ്യമാകുന്ന ഫണ്ടുകളുടെ 90% കായിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതും നിയമം അവരുടെ ബൈലോയിലുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒളിമ്പിക് അസോസിയേഷൻ കായിക രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് എത്ര ഫണ്ട് ഉപയോഗിച്ചു, എത്ര ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളത് പരിശോധനാ വിഷയമാണ്. കേരള സ്പോർട്സ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, കേരളത്തിലെ കായിക മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. 1000-ഓളം കുട്ടികൾ സ്പോർട്സ് ഹോസ്റ്റലിൽ വർഷങ്ങളായിട്ട് പഠനവും പരിശീലനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാ സൗകര്യങ്ങളും സ്പോർട്സ് കൗൺസിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്, TADA നൽകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന നാഷണൽ ഗെയിംസ്, കഴിഞ്ഞ നാഷണൽ ഗെയിംസ്, ഈ തവണ നാഷണൽ ഗെയിംസ്, 36ാമത് നാഷണൽ ഗെയിംസ് ഉൾപ്പെടെ നിരവധി കോടി, 5 കോടി രൂപ ഗുജറാത്ത് നാഷണൽ ഗെയിംസിനും 4.25 കോടി
രൂപ കഴിഞ്ഞ വർഷം ഗോവ നാഷണൽ ഗെയിംസിന്, 4.5 കോടി രൂപ ഇത്തവണത്തെ നാഷണൽ ഗെയിംസിന് സംസ്ഥാന സർക്കാർ സ്പോർട്സ് കൗൺസിൽ മുഖാന്തരം നൽകുകയും കോച്ചിങ് ക്യാമ്പ്, അവരുടെ യാത്ര, അവരുടെ യൂണിഫോം, പോക്കറ്റ് മണി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ പോരായ്മകൾ ഉണ്ടായേക്കാം, ചില സാഹചര്യത്തിൽ പോരായ്മകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും 90% ഭംഗിയായിട്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ കായിക മേഖലയിലെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇത്രയധികം ഫണ്ട് വാങ്ങുന്ന ഒളിമ്പിക് അസോസിയേഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇത് തന്നെയാണ് ഒളിമ്പിക് അസോസിയേഷനും കേരള സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ ഒരു ആക്ട് നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കായിക മേഖലയിൽ വളരെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും കേരളത്തിൻ്റെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നൽകാനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സ്പോർട്സ് കൗൺസിൽ. സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഒരുപക്ഷെ ഏറ്റക്കുറച്ചുകൾ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടായേക്കാം. അസോസിയേഷനുകൾ ആവശ്യപ്പെടുന്ന എല്ലാ തുകയും കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ശരിയാണ്, കുറച്ചൊക്കെ പെൻഡിങ് ഉണ്ട്. എന്നിരുന്നാലും പണം ലഭ്യമാകുന്ന മുറക്ക് ഓരോ അസോസിയേഷൻ്റെയും ലയബിലിറ്റി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പോർട്സ് കൗൺസിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇനി നാഷണൽ ഗെയിംസ് പോലെയുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളും, 1-2 ടീമുകൾ ഒഴിച്ച് എല്ലാ ടീമുകൾക്കും പരിശീലകർ നൽകുന്നതും സ്പോർട്സ് കൗൺസിൽ തന്നെയാണ്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഒന്നും ചെയ്യുന്നില്ല എന്നത് വളരെ തരം താഴ്ന്ന ഒരു പ്രസ്താവന ആയിട്ട് മാറി. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിൻ്റെ മാത്രം അഭിപ്രായമായിട്ട് അതിനെ കാണാൻ കഴിയും. അതൊരു ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസ്താവനയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഒളിമ്പിക് അസോസിയേഷൻ്റെ മൊത്തം, ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറയുന്നത് എല്ലാ കായിക സംഘടനകളും കൂടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ഇതുവരെ ഒരു അസോസിയേഷനും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രസ്താവനയായിട്ട് കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായ ചിന്തകളിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഒരിക്കലും അത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കാൻ പാടില്ല. അദ്ദേഹം അത് പിൻവലിക്കണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു ഓലപ്പടക്കമോ ചൈനീസ് പടക്കമോ ആയിട്ട് കണ്ടാൽ മതി. കേരളത്തിൻ്റെ കായിക മേഖലയിൽ കേരളത്തിൽ മലയാളികളായിട്ട് നിരവധി കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഒരു പക്ഷേ നാഷണൽ ഗെയിംസ് പോലെയുള്ള ഈവൻറ്റിൽ സർവീസസ് പോലെ ടീമിൻ്റെ വരവ് കേരളത്തിലെ ഒട്ടനവധി മലയാളി താരങ്ങളെ അതിലേക്ക് പങ്കെടുക്കാൻ കേരളത്തിന് നഷ്ടപ്പെട്ട സർവീസസിന് സേവനം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല സീനിയർ താരങ്ങളും നാഷണൽ ഗെയിംസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജൂനിയർ താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വരുന്ന സമയത്ത് മെഡലിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. പല ഘട്ടങ്ങളിലും 54 മെഡലാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഗുജറാത്ത് ഇതിനു മുമ്പ് 36ാമത് നാഷണൽ ഗെയിംസിന് 56 മെഡലുണ്ട്. സ്വർണത്തിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, കളരിപ്പയറ്റ് ഒഴിവാക്കിയത് സ്വർണത്തിൽ ഗണ്യമായൊരു കുറവ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ, ഇത്തരത്തിലുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കേരളം മെഡൽ ടാലിയിൽ പിന്നോട്ട് പോയത് എന്ന് സ്പോർട്സ് കൗൺസിൽ വിശദമായി പരിശോധിക്കും. ആ പരിശോധിക്കുന്നതിന് വേണ്ടി ഈ മാസം 27-ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചിട്ടുണ്ട്. ആ പരിശോധന എന്ന് പറയുന്നത് നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത എല്ലാ അസോസിയേഷനുകളെയും വിളിച്ചു വരുത്തി ഓരോരുത്തരുടെയും റിപ്പോർട്ട് സ്വീകരിച്ച് അവരുടെ കാര്യകാര്യങ്ങൾ പരിശോധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം തന്നെ, പരിശോധന തന്നെ നടത്തി സ്പോർട്സ് കൗൺസിൽ അതിൽ ഉചിതമായ ഒരു തീരുമാനം നിങ്ങളെ തന്നെ അറിയും. അല്ല, അദ്ദേഹം തെറ്റായ പ്രസ്താവന, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, ഹോക്കി അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് KOA എന്നല്ലേ പറയുന്നത്, അതൊരു കേരള ഒഴിക്കൽ അസോസിയേഷനായി മാറാൻ പാടില്ല. മനസ്സിലായി? ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആകുമ്പോൾ ആ നിലവാരത്തിലുള്ള സംസാരം പാടും. 4 വർഷമായിട്ട് 1 രൂപ പോലും കേരള സ്പോർട്സ് കൗൺസിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 4.5 കോടി രൂപയിലധികം കേരള സ്പോർട്സ് കൗൺസിൽ സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. മന്ത്രിക്ക് വിവരമുണ്ട്. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പറയുന്നു, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് കട്ടുപിടിക്കുന്നതെന്ന് മന്ത്രി പറയുന്നു. നിങ്ങൾ ചെയ്യുന്നത് മന്ത്രി വിമർശിക്കാൻ ഈ സുനിൽകുമാറാണെന്ന് നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കുന്നത്, ദുരിതം അനുഭവിക്കുന്നത് കായിക താരങ്ങളാണ്.
അവരുടെ താല്പര്യങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ നാഷണൽ ഗെയിംസിൽ സെക്കൻഡ് ഹാൻഡ്ബോളിൽ വെള്ളി നേടിയ ടീം പഞ്ചാബ് ടീം അവർ മെഡൽ നാളെ ശ്രമവും നടത്തുന്നത് മത്സരം എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം ചെളിവ് അറിയുന്നത് ഇവരുടെ കായ് തന്നെ എനിക്ക് എന്ത് ഗുണമുണ്ട്?